ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയെന്ന വാർത്ത അറിയുമ്പോൾ മോഹൻലാൽ ചെന്നൈയിലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെത്തി. അവിടെ മാധ്യമപ്രവർത്തകരെ ഒന്ന് കണ്ടു. തുടർന്ന് നേരെ പോയത് അമ്മയെ കാണാനാണ്. അമ്മയുടെ അനുഗ്രഹം വാങ്ങി എത്തിയത് ഈ കുണ്ടന്നൂരിലെ ഹോട്ടലിലേക്കാണ്. അവിടെയാണ് വിശദമായി മാധ്യമപ്രവർത്തകരെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. താൻ 48 വർഷമായി ഈ ഒരു മേഖലയിൽ ഉണ്ട്. തന്നെ സഹായിച്ചവർക്കൊക്കെ നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക് ഈ അവാർഡ് സമർപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ അവാർഡ് കിട്ടിയ മൊമെന്റിനെ കുറിച്ച് അദ്ദേഹം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. തനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ഒട്ടും അങ്ങനെ ഒരു ഡ്രീമായി കൊണ്ടു നടന്ന ഒരു കാര്യമല്ല എന്നതാണ്, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 48 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ്. ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരഥന്മാർക്കാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു. മലയാള സിനിമ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ അവാർഡ് ലബ്ധിയുമായി ബന്ധപ്പെട്ട് രാം ഗോപാൽ വർമ്മ നടത്തിയൊരു ട്വീറ്റ്, ആ ട്വീറ്റിനെ കുറിച്ച് വളരെ രസകരമായ രീതിയിൽ തന്നെ മോഹൻലാൽ പ്രതികരണം നടത്തി. ഇതോടൊപ്പം തന്നെ ഇടക്കാലത്ത് ചില വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അദ്ദേഹത്തിന് നേരെ വന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വിമർശനങ്ങൾ തോളിലേറ്റി നടക്കുന്നയാളല്ല താനെന്നാണ്. ഇതോടൊപ്പം ദൃശ്യം 3 അത് ഷൂട്ട് തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും വളരെ രസകരമായി ഒരു 1/4 മണിക്കൂർ നീളുന്ന ഒരു സിനിമ പോലെയായിരുന്നു ആ വാർത്താ സമ്മേളനം മുന്നോട്ട് പോയത്. ഇപ്പം നാളെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല, പക്ഷേ നാളെ കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23rd ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ, അവിടെ ആ ഡയസിൽ പോയിട്ട്. ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു സന്തോഷത്തിന്റെ സമയമാണ്. തുടർന്ന് അദ്ദേഹം കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു. മാതൃഭൂമിയുടെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ TK പ്രദീപ് കുമാറിനാണ് അദ്ദേഹം ആദ്യമായി വിളിച്ച് കേക്ക് നൽകിയത്. അദ്ദേഹവുമായി നേരത്തെ തന്നെ അദ്ദേഹത്തിന് സൗഹൃദം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധിക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേക്ക് കൈമാറുകയും അല്ലെങ്കിൽ കേക്ക് വായിൽ വെച്ച് നൽകുകയും ചെയ്തത്. എന്തായാലും അത്യാഹ്ലാദകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു അത് സമ്മാനിച്ചത്. ഇതോടൊപ്പം അദ്ദേഹം ഇവിടേക്ക് വരുന്നപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ബൊക്ക നൽകി അടക്കം സ്വീകരിക്കുന്ന കാര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 23-ാം തീയതി ഈ പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നു എന്നതാണ്. അതിനുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. ക്യാമറമാൻ ആന്റണി ഗറിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.